ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ 2-3 പേര് ചോദിച്ചിരുന്നു ബാക്കി തുടർന്ന് വീഡിയോ ചെയ്യാമോ എന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇസ്ബാർ ആണ്. ഇസ്ബാർ സ്റ്റേഷനിൽ മെയിനായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം INU സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം ഈ INU സ്റ്റാർട്ടിംഗ് വെച്ച് നമ്മൾ ഡോക്ടറിനെ വിളിച്ച് പേഷ്യൻ്റെ കണ്ടീഷൻ റിപ്പോർട്ട് ചെയ്യുന്ന സ്റ്റേഷനാണ് ഇസ്ബാർ. ഫോൺ കോൾ കമ്മ്യൂണിക്കേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ബാർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇസ്ബാർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ INU സ്റ്റാർട്ടിംഗ് അറിഞ്ഞിരിക്കണം. INU സ്റ്റാർട്ടിംഗ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തിയറി എക്സാമിൻ്റെ സമയത്താണ്. ആ ടൈമിൽ നമുക്ക് എനിക്ക് തോന്നുന്നു 15 മിനിറ്റാന്ന് തോന്നുന്നു. 15 മിനിറ്റിൽ നമുക്ക് ചാർട്ടിങ് ചെയ്യാനായിട്ട് അവർ തിയറി എക്സാമിൻ്റെ അന്ന് തന്നെ നമുക്ക് തരും. അപ്പോൾ അതൊന്ന് ചെയ്ത് വെച്ചിട്ട് ആ പേപ്പറാണ് നമുക്ക് ഇസ്ബാറിന് തരുന്നത്. അപ്പോൾ ആദ്യം INU സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. നമ്മുടെ RCSCയുടെ വെബ്സൈറ്റിൽ INU സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പേപ്പർ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ പേപ്പർ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഇവിടെ റെസ്പിറേഷൻ, അതായത് പെരിഫറൽ ഓക്സിജൻ, ഇങ്ങനത്തെ എല്ലാം കിടക്കുന്നുണ്ടാവും. അപ്പോൾ റെസ്പിറേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോട്ടാണ് ഇടേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ നോക്കണം സ്കോർ എത്രയാണ്. ഇപ്പം ഇവിടെ 20 ആണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ 20 ആണെന്നുണ്ടെങ്കിൽ സ്കോർ 0, ഇവിടെ അപ്പോൾ 0 എന്ന് ചെയ്യുക. അങ്ങനെ ഇതിൻ്റെ ഓരോന്നും ഇവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അത് നോക്കി ഇതെല്ലാം മാർക്ക് ചെയ്യുക. അങ്ങനെ ആ സൈഡിൽ തന്നിരിക്കുന്ന എല്ലാ സംഭവങ്ങളും എല്ലാം ചാർട്ട് ചെയ്ത് പേപ്പർ, അതായത് ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണോ തന്നിരിക്കുന്നത് അത് മാത്രം ചാർട്ട് ചെയ്യുക. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു പേപ്പർ തന്നിട്ടുണ്ടാവും. അതിലിപ്പം എത്രയാണ് ടോട്ടൽ INU സ്കോർ, സിംഗിൾ സ്കോർ പാരാമീറ്റർ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ എഴുതിയേക്കുന്ന ഒരു പേപ്പർ. ഈ സംഭവങ്ങളെല്ലാം നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും നമ്മുടെ INU ചാർട്ടും വെച്ചിട്ട് ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഡോക്ടറിനെ ഫോൺ വിളിച്ച് നടത്തുന്ന ഒരു ഫോൺ കോൺവെർസേഷനാണ് ഈ പറയുന്ന ഇസ്ബാർ സ്റ്റേഷൻ. നമ്മൾ എഴുതിയേക്കുന്ന ഫുള്ള് കാര്യങ്ങളൊന്നും ഇതിൽ പറയണ്ട. കറക്റ്റായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് ഇപ്പോൾ നമ്മുടെ നോർമൽ വൈറ്റൽ സയൻസിൽ ബ്ലഡ് പ്രഷർ 120/80 ആണെന്നുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ വിളിക്കുമ്പോൾ പറയണ്ട. ഇപ്പോൾ ഒരു 200/110 അങ്ങനത്തെയൊക്കെയാണ് BP എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെ ഏറ്റവും കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം വിളിക്കുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയുക. അപ്പോൾ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇസ് ഡോക്ടർ മൈക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ ഇസ്ബാർ കമ്മ്യൂണിക്കേഷൻ ടൂളും നമ്മുടെ സൈറ്റിൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വായിച്ചാൽ മതി. പിന്നെ അതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺവെർസേഷൻ എൻഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കും, ഡോക്ടർ വരുന്നതിന് മുന്നേ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ പറയും വേണ്ടാന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഫോൺ കോൺവെർസേഷൻ നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല ഇപ്പോൾ ഡോക്ടർ പറയാണ് വൈറ്റൽ സയൻസ് നിങ്ങൾ ചെക്ക് ചെയ്യണം, എന്നിട്ട് ഇപ്പോൾ ഒരു ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന കൂടെ തന്നെ നമ്മുടെ അടുത്ത അതായത് റീവെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരാൾക്ക് കൂടി ഫോൺ കൊടുക്കാമെന്ന് പറയണം. അപ്പം അങ്ങനെ വേണം എന്നിട്ടത് അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇസ്ബാറിൻ്റെ സ്റ്റേഷനിലുള്ളത്. മെയിനായിട്ടും INU ചാർട്ടിങ് പഠിച്ചു വയ്ക്കുക. അത് തെറ്റാതെ തന്നെ നമ്മൾ ചാർട്ട് ചെയ്യാൻ പഠിക്കണം, അത് നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോൺ കോൺവെർസേഷൻ, എനിക്ക് വന്ന എക്സാമിന് ഫോൺ കോൺവെർസേഷൻ അവരെടുത്തില്ല, ഡയറക്റ്റ് വന്നിട്ട് അവർ സംസാരിക്കുക ചെയ്തേ. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ കോൺവെർസേഷൻ ആണിത് ചെയ്യുന്നത്. പക്ഷെ എന്താണെന്നറിയില്ല, എൻ്റെ സ്റ്റേഷൻ എനിക്ക് അങ്ങനെയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു. അത് അത്യാവശ്യം ഈസി ഉള്ള സ്റ്റേഷനാണ്. നമ്മൾ കുറച്ച് പൊളൈറ്റായിട്ടൊക്കെ അവരുടെ അടുത്ത് സംസാരിക്കണം. അതേപോലെ നമ്മൾ നമ്മുടെ മെസ്സേജ് കറക്റ്റായിട്ട് കൺവേ ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റായിട്ട് അതിൽ നമ്മൾ മെയിനായിട്ടും ഈ വേരിയേഷൻ ഉള്ള കാര്യങ്ങൾ എഴുതുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ചിലതിൽ നമുക്ക് GCS മാത്രം സ്പെസിഫൈ ചെയ്തുകൊണ്ട് ചോദിക്കും. അപ്പോൾ ആദ്യം GCS ഫുൾ എഴുതി വെച്ചിട്ട് മറ്റേ ബാക്കിയുള്ളത് ഫില്ല് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ആകെ എനിക്ക് തോന്നുന്നു 10 മിനിറ്റേ ഉള്ളൂ ഇത് ഫുള്ള് ഫില്ല് ചെയ്യാനും. 5 മിനിറ്റ് ഫില്ല് ചെയ്യാനും 5 മിനിറ്റ് നമുക്ക് ഫോൺ കോൺവെർസേഷനോ. അപ്പോൾ നമുക്ക് ടൈം തികയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് സ്പെസിഫൈ ചെയ്ത് എഴുതാനുള്ള കാര്യങ്ങൾ മാത്രം സ്പെസിഫൈ ചെയ്ത് എഴുതുക. അത് ഇപ്പം 2 ആയിട്ട് വേണം എഴുതാൻ. ഇപ്പം ഇപ്പം അതായത് ഇപ്പം പേഷ്യൻ്റ് അഡ്മിഷൻ വന്ന സമയം 2 PM ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്നത് 6 PM മേ ബി. അപ്പോൾ ആ 2 സമയത്തും നടന്ന ഡിഫറൻസ് വെച്ചിട്ട് വേണം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പറയാൻ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള INU സ്കോർ 3 ആണ്, പക്ഷേ ഇപ്പോൾ അത് 6 ആണ്. അപ്പോൾ അത് രണ്ടും ഡിഫറൻറ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എഴുതി വെച്ചിട്ട് വേണം നമ്മൾ വിളിക്കാനായിട്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇസ്ബാറിൻ്റെ സ്റ്റേഷനിലുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്സിസ് ആയിരിക്കും. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അത്രേ ഉള്ളൂ. ബൈ.